പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ പേര് പ്രേമകുമാർ. മലബാർ ഫ്ലവർ ഷോപ്പ്, ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷൻ, പത്തനംതിട്ട. ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ 2 മാസക്കാലമായി സോഷ്യൽ മീഡിയയിലും പത്രമാധ്യമങ്ങളിൽ കൂടിയൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസിനെ കുറിച്ചാണ്. അരളിപ്പൂ കഴിച്ച് ഒരാൾ മരിച്ചു എന്ന വാർത്തയാണ് ആദ്യം നമ്മൾ കാണാനിടയുണ്ടായത്. ഇതിൻ്റെ വസ്തുത എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയുവാൻ ആഗ്രഹവുമുണ്ട്. ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാം. അരളിപ്പൂ ഒരു ഭക്ഷ്യവസ്തു അല്ല എന്നുള്ളതാണ്. ഇത് കഴിക്കാൻ ആരും നിർദ്ദേശിച്ചിട്ടുമില്ല. ഇത് കഴിക്കേണ്ട ഒരാവശ്യവും ഇല്ല. ഈ പൂക്കൾ പൂജ ആവശ്യങ്ങൾക്ക് വേണ്ടി, അതുപോലെ തന്നെ വിശേഷ ദിവസങ്ങളിലെ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നതാണ് പൂക്കൾ എന്ന് പറയുന്നത്. ഒരു പൂ പോലും ഭക്ഷ്യ വസ്തു അല്ല എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയൽ സംസ്ഥാനത്ത് നിന്നുമാണ് നമ്മുടെ സംസ്ഥാനത്തിലേക്ക് പൂക്കൾ വരുന്നത്. എനിക്ക് ഓർമ്മയായ കാലം മുതൽ ഞാൻ ഈ അരളിപ്പൂ കാണുകയും, എനിക്ക് പ്രായമായ സമയം മുതൽ ഞാൻ ഈ അരളിപ്പൂ കച്ചവടം ചെയ്തിട്ടുള്ളതുമാണ്. ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ 2 മാസമായി ആയിരക്കണക്കിന് കിലോ അരളി കേരളത്തിലോട്ട് കയറി വരേണ്ട സമയമായിരുന്നു. ഇന്ന് കഷ്ടിച്ച് 1-2 കിലോ അരളി മാത്രമേ കേരളത്തിലേക്ക് കയറി വരുന്നുള്ളൂ എന്നുള്ളതൊരു സത്യമാണ്. അരളി കൃഷി ചെയ്യുന്ന കർഷകരെയും, അതുപോലെ വ്യാപാരം ചെയ്യുന്ന വ്യാപാരികളെയും ഇത് നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ കച്ചവടക്കാർ 1 കിലോ അരളി എടുത്ത് കെട്ടി ക്ഷേത്രത്തിൽ കൊടുത്ത് അതിൽ നിന്നും വരുമാനം കിട്ടി ജീവിക്കുന്ന ആയിരക്കണക്കിന് ചെറുകിട കച്ചവടക്കാർ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. നിരന്തരം ഇങ്ങനെ ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കൊച്ചു കടക്കാരെ നല്ല രീതിയിൽ ബാധിച്ചു എന്നുള്ളതാണ്. ഇവർക്കാർക്കും മറ്റൊരു തൊഴിലോ അല്ലെങ്കിൽ മറ്റൊരു മേഖലയിലേക്ക് പോകുവാനുള്ള സാമ്പത്തികമോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെ നിജസ്ഥിതി അറിയുവാൻ ഞങ്ങളെപ്പോലുള്ള പുഷ്പ വ്യാപാരികൾക്കും ആഗ്രഹമുണ്ട്. ഇപ്പോൾ കുട്ടി മരിച്ചു എന്ന് പറയുന്നത്, അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആരോഗ്യവകുപ്പ് പുറത്തുവിടണം. ജനങ്ങളിൽ നിന്നുള്ള ആശങ്ക ഒഴിവാക്കണം. അതുപോലെ മൃഗങ്ങൾ കഴിച്ചു എന്ന് പറയുന്നു, അതിൻ്റെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വെളിയിൽ വിടണം. ഈ പൂവുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകളെല്ലാം ഒഴിവാക്കേണ്ടതാണ്. കാരണം അരളി ഒരു ഭക്ഷ്യവസ്തു അല്ല എന്ന് നാം മനസ്സിലാക്കുക. ഇത് പൂജ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം കാലാകാലങ്ങളിൽ വർഷങ്ങളായിട്ട് ഇത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ക്ഷേത്രങ്ങളിലാണ്. ആ ക്ഷേത്രങ്ങളിലെല്ലാം ഇപ്പോൾ അരളി എന്ന് പറഞ്ഞ പൂവ് എടുക്കുന്നില്ല. എന്താണെന്ന് ചോദിച്ചാൽ, മാരകമായ വിഷമാണ്, ഇത് ഉപയോഗിക്കരുത് എന്നുള്ള തരത്തിൽ ഉള്ള പ്രസ്താവനകൾ വന്നുകൊണ്ടിരിക്കുകയും, അതുപോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നേദ്യത്തിൽ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഇത് നേദ്യത്തിൽ ഇടുവാൻ ഞങ്ങളാരും ആവശ്യപ്പെട്ടിട്ടില്ല.
ഒരു പൂവും നേദ്യത്തിൽ ഉപയോഗിക്കണമെന്ന് ആരും ആവശ്യപ്പെട്ടിട്ടില്ല. പൂക്കൾ ഭഗവാൻ അർപ്പിക്കുന്നതാണ്. അത് കൃത്യമായും മാലകൾ കെട്ടി പൂജയ്ക്കും ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു പൂവായി മാത്രമാണ് ഞങ്ങൾ എല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ നിജസ്ഥിതി അറിയുകയും ചെയ്യണം. ധാരാളം കർഷകർ ഇതുകൊണ്ട് ജീവിക്കുന്നവരുണ്ട്. കൃഷി ചെയ്യുന്ന ധാരാളം തൊഴിലാളികൾ ഫാമുകളിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളികളുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഉപജീവന മാർഗം ഈ പൂക്കൾ പറിച്ചു കൊണ്ടുവന്ന് മാർക്കറ്റിൽ കൊടുത്ത് വ്യാപാരികൾ വാങ്ങി അത് ഉപഭോക്താക്കളുടെ കയ്യിൽ ഞങ്ങളെപ്പോലുള്ളവർ എത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നല്ലൊരു മടങ്ങ് കച്ചവടം ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്കൊരപേക്ഷ മാത്രമേ ഉള്ളൂ. ആരോഗ്യവകുപ്പ് ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ അരളിപ്പൂ പരിശോധനയ്ക്ക് വിധേയമാക്കി ഇതിന് ശേഷം അതിൻ്റെ റിപ്പോർട്ടുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, ജനങ്ങളുടെ ആശങ്കകൾ മാറ്റിത്തരിക എന്ന് മാത്രമാണ് പറയുവാനുള്ളത്.